ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ ഈ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 23-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. സങ്കീർത്തനങ്ങളുടെ സങ്കീർത്തനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സങ്കീർത്തനം ദാവീദിൻ്റെ കയ്യൊപ്പും വ്യക്തിമുദ്രയും പതിഞ്ഞതാണ്. രാത്രിയും പകലും തൻ്റെ ആടുകളുടെ ആവശ്യങ്ങളെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് ഒരു ആട്ടിടയനായി ജീവിച്ച ദാവീദ് തൻ്റെ ദൈവത്തെ തൻ്റെ ഇടയനായി ചിത്രീകരിച്ചിരിക്കുന്നു. തൻ്റെ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുന്ന ഒരു ഇടയനായി പ്രവാചക പുസ്തകങ്ങളിൽ ദൈവത്തെ വർണ്ണിച്ചിട്ടുണ്ട്. ഇടയൻ ഓരോ ആടിനെയും വ്യക്തിപരമായി അറിയുകയും കരുതുകയും സ്നേഹിക്കുകയും വിലയുള്ളതായി ഗണിക്കുകയും ചെയ്യുന്നു. തൻ്റെ ആടുകളിൽ ഒന്നിനെ നഷ്ടപ്പെട്ടാൽ അതിനെ കണ്ടെത്തുവോളം അന്വേഷിക്കുന്നവനാണ് ഇടയൻ. യഹോവ എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്കൊന്നിനും ഒരു കുറവുണ്ടാകുകയില്ല എന്നാണ് ദാവീദ് പറയുന്നത്. പ്രിയ സ്നേഹിതരെ, നമുക്കൊരു ഇടയനുള്ളതുകൊണ്ട് ഒന്നിനും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരികയില്ല. നല്ല ഇടയനായ കർത്താവിൻ്റെ കരങ്ങളിലെ ഒരു ആട്ടിൻപറ്റമായി നമുക്ക് രൂപപ്പെടാം. ഒന്നിനും ഒരു കുറവുണ്ടാകാതെ നമ്മെ സംരക്ഷിക്കുന്ന ഇടയൻ്റെ കരങ്ങളിൽ നാം എന്നും സുരക്ഷിതരാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കൈക്കിലെ ആടുകളായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.